ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ വീട്ടമ്മമാർക്കും വളരെ ഉപകാരപ്രദമായ അടിപൊളി ടിപ്സുകളുമായിട്ടാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ ചീനിയൊക്കെ മേടിക്കുമ്പോഴത്തേനും തോനെ ചീനി മേടിച്ചാൽ കിടന്ന് ചീത്തയായി പോവും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ഇതേപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതേപോലെ ഒരു പാത്രത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ട് അത് ചീനി മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല മുങ്ങി നിൽക്കണം ചീനി. എന്നിട്ട് നമുക്ക് ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആകുമ്പോഴത്തേനും നമുക്ക് ആവശ്യത്തിനടുത്ത് പുറത്ത് വയ്ക്കുമ്പം തന്നെ ഐസൊക്കെ പോയിട്ട് നല്ല ഫ്രഷായിട്ട് നമ്മളിപ്പോൾ അരിഞ്ഞ ചീനി പോലെ തന്നെ ഇരിക്കും. അപ്പം നമുക്ക് ചീത്തയാകാതെ ചീനി സൂക്ഷിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരുപാട് ചീനിയൊക്കെ മേടിക്കുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ റെഡിയാക്കി ഫ്രീസറിനകത്ത് സൂക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് അടച്ച് ഇതേപോലെ വെച്ചാൽ മതി, ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക. ഇന്നിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ മുരിങ്ങയിലയൊക്കെ ഇതേപോലെ പിച്ചിയെടുക്കുമ്പോഴത്തേനും ആദ്യം പുറത്ത് വെച്ച് തന്നെ ചിലന്തിയൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ രീതിയിൽ ഊരിയെടുക്കാവുന്നതാണ്. ഓരോ ഇലയായിട്ട് നുള്ളി എടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മളൊരു ഞെട്ടിയിൽ നിന്ന് അത് ഊരിയെടുത്തതിന് ശേഷം ആ തുമ്പത്തെ അതിനകത്ത് പിടിച്ചിട്ട് കണ്ടോ, അപ്പോൾ ആ വലിയ ഞെട്ടുകളൊക്കെ നമുക്ക് കളയുകയും ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് നുള്ളി ഇരിക്കേണ്ട കാര്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ ഊരിയെടുക്കാവുന്നതാണ്. അപ്പോൾ എത്ര ഇലയുണ്ടെങ്കിലും നമുക്ക് വളരെ നിഷ്പ്രയാസം തന്നെ ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അപ്പോൾ മുരിങ്ങയിലയൊക്കെ നുള്ളി എടുക്കുന്നത് എല്ലാവർക്കും ഒരു ജോലിയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ വലിയ ഞെട്ടുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഊരിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഊരിയെടുത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ ഇലയൊക്കെ വലുതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മിക്കവർക്കും അത് തോരൻ വയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ ഇലയൊക്കെ ഇതുപോലെ മുട്ടനായിട്ടുള്ള ഇലയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കഴുകുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ അരിഞ്ഞു കൊടുക്കണം. ഇപ്പോൾ തോരൻ വെച്ചാലും അരപ്പ് പിടിക്കാത്ത രീതിയിൽ ആ ഇലകളൊക്കെ വലുതായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഒന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തോരൻ വെച്ചാൽ തന്നെയും നല്ല ടേസ്റ്റും ആയിരിക്കും. എല്ലാത്തിനകത്തും അരപ്പ് പിടിച്ചിട്ട് നല്ല രുചിയായിരിക്കും ഇങ്ങനെ ചെയ്താൽ. അപ്പം നമ്മൾ കഴുകി എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കണം. പിന്നെ നമുക്ക് കഴുകണമല്ലോ. അപ്പോൾ കഴുകുന്നതിന് മുമ്പായിട്ട് എല്ലായിടത്തും നമുക്ക് വെള്ളം പിടിക്കണമെങ്കിൽ കുറച്ച് ഉപ്പ് പൊടി ആദ്യം ഒന്ന് തൂക്കി കൊടുക്കുക. ഉപ്പ് പൊടി ആദ്യം കുറച്ചിങ്ങനെ കഴുകുന്നതിന് മുമ്പായിട്ട് തൂക്കി കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാൻ പറ്റും. എല്ലായിടത്തും വെള്ളം നനവ് പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കാൻ പറ്റും. മഴയില്ലാത്ത സമയത്തൊക്കെ മണ്ണിലെ പൊടിയും എല്ലാം ഇതിനകത്ത് പെട്ടെന്ന് കയറി പിടിക്കും. അപ്പോൾ അത് വൃത്തിയായിട്ട് കഴുകണമെങ്കിൽ ഇതേപോലെ ഉപ്പിട്ടതിന് ശേഷം കഴുകിയെടുക്കുക. ഇപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലന്തി ഒരു വല്ലാത്ത ഒരു ശല്യമാണ്. ചിലന്തിയൊക്കെ ഇതേപോലെ 4 വശത്തും പിടിച്ചിട്ട് എപ്പോഴും ആഴ്ച തോറും ഇത് വൃത്തിയാക്കുന്നത് ഒരു ജോലിയാണ്. അപ്പം നമ്മളിതില്ലാതിരിക്കണമെങ്കിൽ, കുറേ നാളത്തേക്ക് ചിലന്തി ഉണ്ടാകാതിരിക്കണമെങ്കിലും ആദ്യം നമ്മളിതേപോലെ ചിലന്തി അടിക്കുന്ന ബ്രഷ് വെച്ച് ഫുള്ള് ചിലന്തിയെയും അടിച്ച് കളയുക. അപ്പോൾ ഇതേപോലെ എവിടെയൊക്കെ ഉണ്ട് ചിലന്തി കണ്ടോ, അവിടെയൊക്കെ നമുക്ക് ഇതേപോലെ ബ്രഷ് വെച്ച് ആദ്യം അത് വൃത്തിയാക്കി ചിലന്തിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കതിനുള്ളൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഒരു 1/2 ബേസിൻ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് മറ്റേ ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിനകത്ത് വേണ്ട നല്ലൊരു മണത്തിന് നമുക്ക് കംഫോർട്ടാണ് വേണ്ടത്. അപ്പോൾ കംഫോർട്ടും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അളവ് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഡെറ്റോളിൻ്റെ അളവും ബേക്കിംഗ് പൗഡറിൻ്റെ അളവും അതേപോലെ കംഫോർട്ടിൻ്റെ അളവൊന്നും കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോട്ടൺ തുണി, നല്ല ബനിയൻ കണക്കത്തെ തുണിയായിരിക്കും നല്ലത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഉപയോഗിച്ച് കളയുന്ന ഇന്നറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതാകുമ്പോഴത്തേനും നമുക്ക് ബ്രഷിനകത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കെട്ടിവെച്ച് തുടയ്ക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇത് വെച്ച് ഫാനാണ് തുടയ്ക്കുന്നത്. അപ്പോൾ ഫാൻ തുടയ്ക്കുമ്പം അതിനകത്ത് വെള്ളം നനവ് ഒട്ടും പാടില്ല. അപ്പം നല്ല രീതിയിലൊന്ന് പിഴിഞ്ഞിട്ട് എടുക്കുക കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്കിത് വെച്ച് ആദ്യം എത്ര ഫാനുണ്ടോ അതിനകത്തൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. അപ്പം മുകളിൽ കയറി നമ്മൾ ഓരോന്നായിട്ട് തുടയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ ഈസി ആയിട്ട് തന്നെ ഇതേപോലെ തുടച്ചെടുക്കാൻ പറ്റും.
അപ്പം നമുക്ക് മുകളിലൊക്കെ കയറി ഇതേപോലെ തുടയ്ക്കുന്നതിന് എന്തൊരു പാടാണ്. അപ്പം ഈ ചിലന്തി വല അടിക്കുമ്പം തന്നെ ആ ഒരു സൊല്യൂഷൻ വെച്ച് ഇതേപോലെ ഫാനും കൂടെ തുടയ്ക്കുമ്പോഴത്തേനും ഫാനിലുള്ള പൊടിയും അതേപോലെ ചിലന്തി ഒന്നും തന്നെ ഇരിക്കത്തില്ല. അപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് എപ്പോഴും ഇതുപോലെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചിലന്തി വല അടിച്ചിട്ട് പോയാൽ വീണ്ടും ചിലന്തി വല ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ ഒന്ന് തുടച്ച് നമ്മൾ ഈ ചിലന്തിയൊക്കെ ഇരിക്കുന്ന ഭാഗത്ത് ഈ ഒരു സൊല്യൂഷൻ വെച്ച് തുടയ്ക്കുമ്പം തന്നെ ഉണ്ടോ നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. ഫാനിനകത്ത് പൊടി അഴുക്കുവാണിത്. അപ്പോൾ വീണ്ടും നമുക്ക് ഇത് ഒന്ന് മുക്കി നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം അറിയാലോ, ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ ഡെറ്റോളും ആകുമ്പോഴത്തേന് നല്ലൊരു ക്ലീനിങ്ങിന് പറ്റിയൊരു സൊല്യൂഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ബാഡ് സ്മെല്ലെല്ലാം ഒഴിവായി കിട്ടും. ഇതേപോലെ ചുറ്റിയെടുക്കാൻ പറ്റിയതാണ് ഇന്നർ. എന്നിട്ട് നമുക്കിതേപോലെ എല്ലാ ഭാഗത്തും അത് വെച്ച് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. ചിലന്തി മാത്രമല്ല, പല്ലിയാണേലും അതേപോലെ പ്രാണികൾ, പക്കികളൊക്കെ ഇരിക്കുമല്ലോ ലൈറ്റിൻ്റെ ഭാഗത്ത്. അപ്പം അങ്ങനെയൊക്കെ അതെല്ലാം നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ തുടയ്ക്കുമ്പം തന്നെ അതൊക്കെ ഒഴിവായി കിട്ടും. ഈ രീതിയിൽ 4 ഭാഗത്തും ചെയ്ത് ഇതേപോലെ എടുക്കാവുന്നതാണ്. ഇത് ക്ലീനായിട്ട് തന്നെ ഇരിക്കും. അതേപോലെ തന്നെ കർട്ടൻ നൊറിയായിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴത്തേനും ആ നൊറിയിലൊക്കെ നമുക്ക് ഇതേപോലെ ഈ ചിലന്തി വല ഇരിക്കും കേട്ടോ. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ചിലന്തി വല കളയുകയും ചെയ്യാം. അഥവാ ചിലന്തി വല ആ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ തന്നെയും ഈ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ ചിലന്തിയോ പല്ലിയോ ഒന്നും തന്നെ കർട്ടൻ്റെ ഇടയിലൊന്നും വന്നിരിക്കത്തില്ല. ഇതേപോലെ ചിലന്തി കൂട്ടും കണ്ടോ ഈ കർട്ടൻ്റെ ഇടയിലൊക്കെ. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതേപോലെ മുകളിൽ ഫ്രെയിമോ ഗ്ലാസിൻ്റെ ഫ്രെയിം ക്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ അതേ വെച്ച് ഇതേപോലെ ഒന്ന് അതിനകത്ത് തുടച്ചെടുക്കാവുന്നതാണ്. ഗ്ലാസിൻ്റെ ഭാഗത്തൊക്കെ തുടയ്ക്കുന്നതിന് നല്ല ഒരു സൊല്യൂഷൻ തന്നെയാണിത്. അപ്പം വളരെ ഈസി ആയിട്ട് തന്നെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ടിപ്സുകളാണ് ഞാനിപ്പം കാണിച്ചു തന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം നമുക്ക് വാഷ് ബേസിനിലോ അതേപോലെ സിങ്കിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ആ വെള്ളം വെച്ച് ടീപ്പോയൊക്കെ തുടയ്ക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ്. അതേപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടിപ്സുകളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.